ഓണത്തോടൊപ്പം നബിദിനം കടന്നു വന്ന ഈ കാലത്ത് മേനോൻ സർക്കാരിന്റെ തള്ളലുകൾക്കപ്പുറമുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയോ? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇപ്പോ വാർത്തയല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഈ നാട്ടിലില്ല എന്ന രീതിയിലാണ് ചില കാര്യങ്ങളിലൊക്കെ മൗനം അവലംബിക്കുന്നത്. ഈ ദൃശ്യം ഒന്ന് കണ്ടേ. പോയി. കഴിഞ്ഞ കണ്ടോ, നബിദിന ഘോഷയാത്രയ്ക്കിടെ റോഡിലെ പെരും വെള്ളത്തിൽ നിന്ന് കുട്ടികളെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ. കേരളത്തിൽ ഇപ്പോ മുഹമ്മദ് റിയാസ് ആയിരുന്നു PWD മിനിസ്റ്റർ എങ്കിൽ ഈ ദൃശ്യം മാത്രം മതിയായിരുന്നു വൈകുന്നേരം വരെ ആഘോഷങ്ങൾ നടത്താൻ. പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഇതൊക്കെ ഉണ്ടാകും, ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കേണ്ടതാണ്. വാർത്തയില്ല, വിവാദമില്ല, അവിടെ ഇപ്പോ ആർക്കും പ്രതിഷേധം വരെ നടത്തണ്ട. എത്ര പെട്ടെന്നാണ് നമ്മുടെ ജനങ്ങൾക്ക് വന്നിരിക്കുന്ന മനസ്സിന്റെ മാറ്റം. ഇന്നലകളിൽ റോഡിലെ കുഴിയോ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ചർച്ച, ലൈവ് തുടങ്ങിയ കലാപരിപാടികൾ നടത്തുന്ന മാധ്യമങ്ങൾക്ക് ഇന്നിപ്പോ റോഡിൽ ജനങ്ങൾ ഈ ഓണക്കാലത്ത് ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നതൊന്നും വാർത്തയാക്കണ്ട, അതുവഴി സഞ്ചരിക്കണ്ട. കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെറിയ തോതിൽ മഴ പെയ്തതേയുള്ളൂ. ആ മഴ അങ്ങോട്ട് പെയ്തപ്പോ കേരളത്തിലെ റോഡുകളെല്ലാം കുളമാകുന്ന അവസ്ഥയിലെത്തിയിട്ട് അതൊന്നും ഈ ഓണക്കാലത്തും നബിദിനത്തിലും ഓരോ പരിപാടിയിൽ പങ്കെടുക്കാൻ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മനുഷ്യർ നട്ടം തിരിയുമ്പോൾ അതിനെ സംബന്ധിച്ച് വാർത്ത കൊടുക്കാതെ മന്ത്രിമാരുടെ ഓണാഘോഷത്തിന് പിന്നാലെ ക്യാമറയുമായി നടക്കുമ്പോൾ ഇവരുടെ കച്ചവടം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. ഇന്നലകളിൽ PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ എന്തോരം അധിക്ഷേപിച്ചവരാണ്. ആ അധിക്ഷേപിച്ചവർക്ക് ഈ പ്രശ്നം പരിഹരിക്കണമെന്നതായിരുന്നോ ആവശ്യമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. കാര്യം ഇന്നലകളിൽ പ്രതിഷേധിച്ചവർ ഈ പ്രശ്നം അവരെ ബാധിക്കുന്നു എന്ന മാനസികാവസ്ഥയിലാണെങ്കിൽ ഇപ്പോഴും പ്രതികരിക്കണ്ടേ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് വാർത്തയാകുന്നില്ല? ആ ചോദ്യങ്ങളിലുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത പല വിവാദങ്ങളും. നേരത്തെ ബോട്ട് ഓടിച്ച് കളിച്ച മനോരമക്കാരൻ വരെ ഇപ്പോ റോഡിലെ കുഴികളോ അതിനെ സംബന്ധിച്ചൊന്നും വാർത്തയല്ലാത്ത അവസ്ഥയിൽ ഉണ്ടെങ്കിൽ മേനോൻ തള്ളലുകളെ പൊലിപ്പിച്ച് കാണിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പണം മുതലാളിയുടെ പോക്കറ്റിൽ എത്തിച്ച് വിഹിതം മേടിച്ച് ജീവിക്കുന്നവരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറിക്കഴിയുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഓണക്കാലത്ത് ഒരു മഴ പെയ്തപ്പോ റോഡുകൾ മുഴുവൻ കുളമായിട്ടുണ്ട്. പക്ഷേ വാർത്തയല്ല, വിവാദമല്ല. എന്തൊരു വിസ്മയമാണ്.